ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ച് അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട. നാളെ മുതൽ അവന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും. അയാൾ എന്ത് വേണോ വിളിച്ച് പറഞ്ഞോട്ടെ. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെ തെളിവുകൾ ചിത്രങ്ങളായും വീഡിയോയായും തന്റെ കയ്യിലുണ്ടെന്നും ഗണേഷിന്റെ ഭാര്യ ബിന്ദു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത്. എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ. പഞ്ചായത്തിന് തന്നെ നാണക്കടയില്ലേ? ഞാൻ എന്ത് കണ്ടു മോശത്തിനെക്കാട്ടും പറഞ്ഞ അതറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. നിങ്ങൾ കാണണം, ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്, എല്ലാ തവണയും ഉള്ളതാണ്. അതങ്ങ് തള്ളിക്കളയാണ്. അതിനകത്ത് ആരോണാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എന്റെ സംഗതി നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടണ്ട. ഞാൻ ഒരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനിവിടെ കുറച്ച് ഡീസന്റ് ആയിട്ട് ജീവിക്കുക. ഇവൻ ഡീസന്റാ? മണ്ണുണ്ണി ഡീസന്റാ? ഞാൻ ഡീസന്റ്. പ്രണയത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്. പിന്നെ ലംബോ, എനിക്കൊരു വീക്കെൻഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാലോ. ഡിൻഡോൾഫിക്ക സുഡാൽഫിക്കി ഇഷ്ടംപോലെ ഉണ്ട്. അതെന്താ തെറ്റ്? തുടിക്കെ പ്ലക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഗണേഷ് കുമാറിനെ പ്രണയിക്കുന്നുണ്ട്. ഗണേഷ് കുമാർ പ്രണയിക്കും. ഞാൻ മാധവക്കുട്ടി പറഞ്ഞതുപോലെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞതുപോലെയും ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാൻ പാടല്ലേ? അതീ നിൽക്കുന്ന സഹോദരിമാര് ഇവരാരെങ്കിലും എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാൽ വിശ്വസിക്കണോ? നിങ്ങൾ അവരോട് ചോദിക്കുക. ഇവരെല്ലാം സ്ത്രീകളാണ് നിൽക്കുന്നത്. പിന്നെ മറ്റേയാളെ കുറിച്ച് പറഞ്ഞ കാര്യം എന്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ ആ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അത് നിനക്കെങ്ങനെ അറിയാം? എന്താ ചേച്ചി, ചോറ് വെന്തോന്ന് നോക്കാൻ കലത്തോടെ തിന്നണോ? ഒന്ന് നുള്ളി നോക്കിയാ പോരെ? കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി. രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവന്റെ അപ്പനെ വിറ്റ കാശുണ്ട് എന്റെ കീശയില്. ഇതാ പറയണത്, എലി എത്ര മതിച്ചാലും പുലി ആകുകയില്ലെന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വണ്ടി വിടും.